ചന്ദ്രികയിൽ അലീന ചന്ദ്രകാന്തത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. നമ്മുടെ ചന്ദ്രികയിൽ അലീന ചന്ദ്രകാന്തത്തില് ഇപ്പോ പുതിയൊരു അവതാരം എത്തിയിട്ടുണ്ട്, അതായത് നമ്മുടെ നിർമ്മൽ. പക്ഷെ നിർമ്മൽ ഇതുവരെയും ഇന്ദീവരത്തിൽ എത്തിയിട്ടില്ല. നിർമ്മൽ എന്ന് പറയുന്ന ഒരാൾ ജീവിച്ചിരിപ്പുണ്ട്, അതായത് അർജുനെ പോലെയാണ് നിർമ്മൽ ഇരിക്കുന്നതെന്നുള്ള സത്യമൊന്നും ഇന്ദീവരത്തിൽ അറിഞ്ഞിട്ടില്ല. അറിയാതെയാണ് സുമംഗല അവര് ഈ സ്വത്തുക്കൾ ആവശ്യപ്പെട്ടു എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര ടെൻഷൻ അടിച്ച് മഹേശ്വരനോട് വന്ന് കാര്യങ്ങൾ പറഞ്ഞത്. അപ്പൊ മഹേശ്വരൻ പറഞ്ഞത്, നീ സ്വത്തുക്കളെല്ലാം വിട്ടുകൊടുത്തേരെ, കാരണം നിനക്കിനി പ്രത്യേകിച്ച് ഒന്നും ഇല്ലല്ലോ, മകൻ മരിച്ചുപോയി, പിന്നെ വേറെ പ്രത്യേകിച്ച് ആവശ്യങ്ങളൊന്നുമില്ല, നിനക്ക് അത്യാവശ്യം ജീവിച്ചു പോകേണ്ട സ്വത്തുക്കളെല്ലാം ഇന്ത്യവരത്തിലുണ്ട്, അതുകൊണ്ട് നീ സ്വത്തുക്കൾ വിട്ടുകൊടുത്തേരെ എന്ന് പറയുമ്പോൾ സുമംഗലയ്ക്ക് ഭയങ്കര വാശിയാണ്. ഇല്ല, എന്തായാലും ഞാൻ ജീവിച്ചിരുന്ന സമയത്ത് ബാലേട്ടൻ ഇങ്ങനൊരു മകനും ഭാര്യ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. എന്നാൽ കാണാത്ത അവരാണെങ്കിൽ പോലും എന്റെ ബാലേട്ടൻ എന്റെ ജീവിതം പങ്കുവെച്ച അവരെ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. അതുകൊണ്ട് എന്തൊക്കെ വന്നാലും സ്വത്തുക്കൾ ഞാൻ കൊടുക്കാൻ പോകുന്നില്ല. അവർ വന്നോട്ടെ, വരുമ്പോഴത്തേക്ക് എന്താന്ന് വെച്ചാൽ നമുക്ക് നോക്കാം എന്ന് സുമംഗല മഹേഷിനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ഇന്ദീവരത്തിൽ വെച്ച് എന്തായാലും തനിക്ക് നോൺ വെജോ ഒന്നും കഴിക്കാൻ പറ്റത്തില്ല. നന്ദ അത് സമ്മതിക്കത്തില്ല. ഡോക്ടർ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു നോൺ വെജോ ഒന്നും പിങ്കിക്ക് കൊടുക്കരുതെന്ന്. അതുകൊണ്ട് നന്ദ അത് സമ്മതിക്കത്തില്ല. അപ്പൊ പിന്നെ പുറത്തുപോയി കഴിക്കുക എന്നൊരു മാർഗം മാത്രമേ പിങ്കിയുടെയും അവരുടെ രണ്ടുപേരുടെയും മുന്നിലുള്ളൂ. അതുകൊണ്ട് അവർ തീരുമാനിച്ചു എന്തായാലും പുറത്തുപോയി ഫുഡ് കഴിക്കാം. അങ്ങനെ നേരെ പിങ്കിയും നമ്മുടെ ചിറ്റ, അതായത് പിങ്കിയുടെ ചിറ്റയായ ഗിരിജയും കൂടി ചേർന്ന് പുറത്തുപോയി പൊറോട്ടയും ബീഫും ഒക്കെ കഴിച്ച് നല്ല ഉഷാലായിട്ട് വയറൊക്കെ നിറഞ്ഞ് നേരെ നടന്നു വരുവാണ്. അപ്പോൾ അവർ പറയുന്നുണ്ട് എന്തായാലും ടാക്സി വിളിച്ചിട്ടുണ്ട്, ടാക്സിക്ക് വേണ്ടിയിട്ട് നമുക്കിവിടെ വെയിറ്റ് ചെയ്യാം. കാർ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ പാടാണ്, പിന്നെ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കണം. അത് ശരിയാണ്, പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പിന്നെ കിലോമീറ്ററുകളോളം നടന്ന് വേണം പാർക്കിംഗ് ഒക്കെ ചെയ്ത് വരാനായിട്ട്. അതിനേക്കാൾ നല്ലത് നേരെ പോയി ഫുഡൊക്കെ കഴിച്ച് നമുക്ക് നേരെ ടാക്സിയിൽ പോയി വീട്ടിൽ ഇറങ്ങുക, അതല്ലേ നല്ലത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ടാക്സിക്ക് വേണ്ടിയിട്ടാണ് അവർ ഊബറിന് വേണ്ടിയിട്ട് അവിടെ ഒരു വെയിറ്റിംഗ് ഷെഡിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് രണ്ട് പയ്യന്മാർ ബൈക്കിൽ വന്നു. വന്നതിന് ശേഷം പിങ്കിയോടും ചിറ്റയോടും നേരെ അപമര്യാദയായിട്ട് പെരുമാറുവാണ്. എനിക്ക് നിന്നെ ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് ഐ ലവ് യു, നീ എന്നെ കല്യാണം കഴിക്കാമോ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു പയ്യൻ പിങ്കിയോട് വന്ന് ചോദിക്കുകയും എന്നിട്ട് പിങ്കിയുടെ കയ്യിൽ കയറി പിടിക്കാൻ വേണ്ടിയിട്ടൊക്കെ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ പിങ്കിയും ഗിരിജയും ഈ പയ്യന്മാരും തമ്മിൽ ചെറിയൊരു വാക്കേറ്റം ഉണ്ടാവുകയാണ്. മാത്രമല്ല പിങ്കിയുടെ കൈ കയറി പിടിക്കുകയും ചിറ്റ പിടിച്ചു മാറ്റുകയും പിന്നെ അങ്ങനെ ഒരു ഉന്തും തള്ളും ഒക്കെ അവിടെ ഉണ്ടാകുന്നുണ്ട്. ഈ സമയത്താണ് നമ്മുടെ നിർമ്മൽ ബൈക്കിൽ നല്ല ചുള്ളനായിട്ട് പറന്നു വരുന്ന സമയത്ത് അവിടെ രണ്ട് സ്ത്രീകളോട് രണ്ട് ആണുങ്ങൾ അപമര്യാദയായിട്ട് പെരുമാറുന്നത് നിർമ്മൽ ശ്രദ്ധിച്ചു. ഉടനെ തന്നെ ഹെൽമറ്റൊക്കെ വെച്ചുകൊണ്ട് ഓടിപ്പോയി അവന്മാരെ അടിച്ച് സൂപ്പാക്കി ഭയങ്കരമായിട്ട് വഴക്കൊക്കെ ആയി. പക്ഷെ നിർമ്മലിന്റെ മുഖം കാണാനായിട്ട് പിങ്കിക്ക് സാധിച്ചില്ല, കാരണം ഹെൽമെറ്റ് വെച്ചിരുന്നത് കൊണ്ട് തന്നെ മുഖം കാണാൻ പറ്റിയില്ല. പക്ഷെ ഈ സമയത്ത് അവരുടെ ടാക്സി വന്നപ്പോൾ ഒന്നും പറയാതെ അവർ രണ്ടുപേരും ആ കാറിൽ കയറി അങ്ങ് പോയി. നിർമ്മൽ അവരെ രണ്ടുപേരെയും അടിച്ച് റൊട്ടിയാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പോലീസ് വന്നത്. അവരെ മൂന്നുപേരെയും പിടിച്ചുകൊണ്ട് പോയി. അപ്പോൾ ആ പോലീസ് വന്ന സമയത്ത് തന്നെ അവർ പറയുന്നുണ്ട്, ഞങ്ങൾ വ്ളോഗേഴ്സാണ്, ഞങ്ങൾ ഈ വ്ളോഗിംഗ് ഒക്കെ ചെയ്ത് സോഷ്യൽ മീഡിയയിൽ ഹിറ്റ് നേടുന്ന ആൾക്കാരാണ് എന്നൊക്കെ പറയുമ്പോൾ ഉടനെ തന്നെ അവരെ പിടിച്ച് പോലീസ് നേരെ സ്റ്റേഷനിൽ കൊണ്ടുപോയി. ഈ സമയത്ത് ഗൗതം അവിടെ ബാക്കി രജിസ്റ്ററും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്ന തിരക്കിലായിരുന്നു. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് കോൺസ്റ്റബിൾ വന്നിട്ട് ഇങ്ങനെ രണ്ടുപേരെ കൊണ്ടുവന്നു. അവര് ഭയങ്കരമായിട്ട് കയറ് പൊട്ടിക്കുവാണ്, പോകണം എന്ന് പറഞ്ഞിട്ട് വ്ളോഗർമാര് കയറ് പൊട്ടിക്കുവാണ് എന്നൊക്കെ വന്ന് പറഞ്ഞപ്പോൾ ഗൗതം തന്നെ പറഞ്ഞു, ശരി നിങ്ങൾ അവരെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് പോവാ, എന്താണെന്ന് നോക്കാമല്ലോ. അപ്പൊ അതില് പോലീസുകാരൻ ഗൗതമിനോട് പറയുവാണ്, അതില് രണ്ട് ബ്ലോഗേഴ്സാണ്, അവർ ഭയങ്കര ശല്യമാണ്, പൊതുസമൂഹത്തിന് ഭയങ്കരമായിട്ട് ശല്യം ചെയ്യുന്ന ആൾക്കാരാണ് അവർ രണ്ടുപേരെന്നും. എന്നാൽ അവരെ നല്ലതുപോലെ അടിച്ച് റൊട്ടിയാക്കിയ ഒരാൾ ഉണ്ട്. അയാൾ ആരാണ് എന്താണെന്നൊന്നും അറിയത്തില്ല. പക്ഷേ പോലീസുകാരോട് നല്ല ഒരു നല്ല രീതിയിലല്ല അയാൾ സംസാരിക്കുന്നത്. അയാളുടെ പേര് എന്തോ നിർമ്മൽ എന്തോണ് പറഞ്ഞത്, ഒറ്റപ്പാലത്ത് എന്തോണ് വീട്, അച്ഛന്റെ പേര് ബാലഗോപാല, അങ്ങനെ എന്തോ ആണ്, കൃത്യമായിട്ടൊന്നും അറിയത്തില്ല എന്ന് ഗൗതമിനോട് പറയുന്നുണ്ട്. അപ്പോൾ വ്ളോഗർമാർ വന്നു, എന്നിട്ട് അവർക്ക് പോകണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിർമ്മലിനെ കാണാനില്ല. ഗൗതം എടുത്ത് ചോദിക്കുന്നുണ്ട്, ആ പയ്യൻ എവിടെ, ഇവരെ അടിച്ച അയാൾ എവിടെ എന്ന് ചോദിക്കുമ്പോൾ അയാളുടെ കൈ മുറിഞ്ഞ് ചോര വരുന്നത് കൊണ്ട് കൈ കഴുകാൻ വേണ്ടിയിട്ട് പോയതാണ്, ഇപ്പൊ വരും. പിന്നാലെ തന്നെ നിർമ്മൽ വന്നു. അപ്പൊ ഗൗതം നോക്കുമ്പോൾ അർജുനോ, ഇതെന്റെ അർജുനല്ലേ എന്ന് ഗൗതം ഭയങ്കരമായിട്ട് ഷോക്കായിപ്പോയി.
അർജുനെ ആദ്യമായിട്ട് താൻ രാമേശ്വരത്ത് നിന്ന് വരുമ്പോൾ അർജുൻ വീട്ടിലെത്തിയിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ട് ഗൗതം അർജുനെ പോയി കാണുന്നതും പിന്നെ കെട്ടിപ്പിടിക്കുന്നതും അതിനുശേഷം അർജുന്റെയും പിങ്കിയുടെയും വിവാഹം ഗൗതം തന്നെ മുൻകൈ എടുത്ത് രണ്ടാമത് നടത്തി കൊടുക്കുന്നതും അതിനുശേഷം നടന്ന സംഭവങ്ങളും ഗൗതമിന്റെ കൂടെ താൻ കളിച്ചു ചിരിച്ച് നടന്ന രംഗങ്ങളൊക്കെ ഗൗതം പെട്ടെന്ന് ഇങ്ങനെ ഓർത്തെടുക്കുവാണ്. തന്റെ അർജുൻ മരണപ്പെട്ട ആ ഒരു കാര്യം പോലും തനിക്ക് വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല. 2 വർഷം കഴിഞ്ഞിട്ട് അർജുനെ പോലെ ഒരാൾ തിരിച്ചു വന്നു എന്ന് പറയുമ്പോൾ തനിക്ക് ഒട്ടും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഗൗതം ഇങ്ങനെ മനസ്സിൽ പറയുവാണ്. എന്നിട്ട് നിർമ്മലിനോട് മാറി നിൽക്കാൻ പറഞ്ഞു. എന്നിട്ട് നിർമ്മലിനോട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. നിന്റെ വീടെവിടെ, ഇത് പേരെന്താണ്? എൻ്റെ പേര് നിർമ്മൽ എന്നാണ്. വീട് ഒറ്റപ്പാലത്താണ്. അമ്മയുടെ പേര് സാവിത്രി. അച്ഛൻ്റെ പേര് എന്താണെന്ന് ചോദിക്കുമ്പോൾ ബാലഗോപാൽ എന്ന് പറയുന്നുണ്ട്. ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ കാര്യങ്ങൾ പറയുമ്പോഴത്തേക്കും പ്രത്യേകിച്ച് ഒന്നും പറയാനായിട്ട് അച്ഛനില്ല, അച്ഛൻ മരിച്ചുപോയി എന്ന് മാത്രം പറഞ്ഞു. അപ്പോൾ ഗൗതമിന് ഒരു സംശയം, ഇത് അർജുനല്ല. അപ്പോൾ ഇതേപോലെ ഇത് അർജുൻ്റെ അച്ഛന് മറ്റൊരു ബന്ധം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഇന്ത്യവരത്തിൽ എല്ലാവർക്കും അറിയാം. അപ്പൊ ആ ഒരു ബന്ധമാണോ അതോ ആ ഒരു സ്ത്രീയിൽ പിറന്ന മകനാണോ എന്നൊന്നും മനസ്സിലാക്കാൻ പറ്റാതെ ഭയങ്കര കൺഫ്യൂഷൻ അടിച്ചിരിക്കുകയാണ്. അവസാനം ഗൗതം തന്നെ പറഞ്ഞു, ഇവർക്കെതിരെ ഈ വ്ളോഗർമാരോട് ചോദിച്ചു, നിനക്ക് എന്തെങ്കിലും കേസുണ്ടോ? അപ്പോൾ ഉടനെ തന്നെ ഗൗതം പറയുന്നുണ്ട്, ഗൗതമിനോട് നമ്മുടെ നിർമ്മൽ പറയുവാണ്, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഒരു സ്ത്രീയോട് അപമര്യാദയായിട്ട് പെരുമാറുന്നത് കണ്ടപ്പോൾ, അവരുടെ കയ്യിൽ കയറി പിടിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ അവരെ കയറി അടിച്ചതാണ്. ഇനി നിങ്ങൾക്ക് കേസുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എവിടെന്നെങ്കിലും ആ ഒരു സ്ത്രീയെ കണ്ടുപിടിച്ച് ഞാൻ കൊണ്ടുവന്നിരിക്കും. എന്നിട്ട് നമുക്ക് നോക്കാം കേസ് നിലനിന്നു പോവോ ഇല്ലയോ എന്ന്. ഞാൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് മാത്രമേ ശ്രമിച്ചുള്ളൂ എന്ന് പറയുമ്പോൾ ഗൗതം തന്നെ പറയുന്നുണ്ട്, അവർക്ക് പരാതിയില്ല എന്നുണ്ടെങ്കിൽ വിട്ടയച്ചേരെ. അങ്ങനെ അവർ രണ്ടുപേരും പോയി. അപ്പോൾ നിർമ്മലിനോട് ഗൗതം കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്, എവിടെന്നാ, എന്താ, അച്ഛൻ മരിച്ചുപോയതാണോ, അച്ഛൻ്റെ മുഴുവൻ പേരെന്താ എന്നൊക്കെ ചോദിക്കുമ്പോൾ അച്ഛൻ മരിച്ചുപോയതാണ്, തനിക്ക് അച്ഛനായിട്ട് ഒന്നുമില്ല, അമ്മ പറഞ്ഞ ഒരു അറിവ് മാത്രമേ ഉള്ളൂ. അപ്പൊ നീ എന്താ ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഇവിടെ ജോലി തേടി വന്നതാണ്, അച്ഛൻ്റെ വീട് ഇവിടെയാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്നിട്ട് തൻ്റെ നാട്ടില് ആ ഒരു ജനിച്ചതിന് ശേഷം താൻ അനുഭവിച്ച വേദനകളും സങ്കടങ്ങളും പിന്നെ ഇവിടെ എത്തിപ്പെടാൻ വന്ന കാരണം സഹിതം ഗൗതമിനോട് നിർമ്മല വിശദീകരിച്ചു പറഞ്ഞു. എന്നിട്ട് എല്ലാം യാത്ര പറഞ്ഞതിന് ശേഷം നിർമ്മല അങ്ങ് പോയി. പക്ഷേ ഇത് ആരാണ്, എന്താണ് എന്നൊക്കെയുള്ള ഒരു കൺഫ്യൂഷനിലാണ്. തൻ്റെ അർജുനാണോ, അർജുനെ പോലെ അതേപോലെ ഇരിക്കുന്നത് കൊണ്ട് തന്നെ ആരാണ് എന്താണെന്നൊന്നും ഒന്നും മനസ്സിലാവാത്ത ഒരു അവസ്ഥയിൽ ഗൗതം നിൽക്കുവാണ്. ഈ സമയത്ത് പിങ്കി നേരെ ഇന്ദീവരത്തിൽ പോയിട്ട് മഹേശ്വരനോടും അവിടെ സുമംഗലയോടും പിന്നെ എല്ലാവരോടും കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് പറഞ്ഞു. തന്നെ ഇങ്ങനെ അപമര്യാദയായിട്ട് തന്നോട് ഒരാൾ പെരുമാറിയെന്നും അയാൾ അടിച്ചൊതുക്കിയ കാര്യങ്ങളൊക്കെ നടന്ന സംഭവങ്ങളൊക്കെ മഹേശ്വരനോട് പറയുവാണ്. എന്നിട്ട് പിങ്കിയുടെ മനസ്സിൽ പിങ്കി തന്നെ പറയുന്നുണ്ട്, എനിക്ക് അയാളെ ഒന്നുകൂടി കാണണം, ദൈവമായിട്ട് എനിക്ക് ഒരു അവസരവും കൂടി തരണം, എനിക്ക് അയാളോട് മനസ്സറിഞ്ഞ് നന്ദി പറയണം. അത്രത്തോളം ധീര യോദ്ധാവ് തന്നെയാണ് അയാൾ. അത്രയും ഗുണ്ടകളെ അടിച്ചൊതുക്കി അയാളെ അത്രത്തോളം അഭിനന്ദിച്ചേ മതിയാകൂ എന്നൊക്കെ പിങ്കി പറയുകയും, എനിക്ക് ദൈവമേ എനിക്ക് ഒന്നുകൂടി അയാളെ കാണാനുള്ള ഒരു അവസരം നേടിത്തരണേ എന്നൊക്കെ പറയുന്നുണ്ട്. ആ സംസാരങ്ങളൊക്കെ നടക്കുമ്പോൾ നേരെ നിർമ്മല ഹോസ്പിറ്റലിൽ എത്തിയിരിക്കുവാണ്. നിർമ്മലിന്റെ കൈ മുറിഞ്ഞത് കൊണ്ട് ഡോക്ടറിനെ കണ്ടു. അപ്പോൾ നന്ദയുടെ അടുത്തേക്കാണ് ഡോക്ടർ പറഞ്ഞു വിട്ടത്. നന്ദ അങ്ങനെ പേഷ്യന്റിനെ കൊണ്ടുവരാൻ പറഞ്ഞു. എന്നിട്ട് നിർമ്മല അകത്തോട്ട് വന്നു. ഇരുന്നതിന് ശേഷം നേഴ്സ് പറയുവാണ്, ഇതാണ് പേഷ്യന്റ്. അപ്പൊ നന്ദ മുഖത്തോട്ട് നോക്കുമ്പോൾ ഭയങ്കരമായിട്ട് നന്ദ ഷോക്കായി, ഇങ്ങനെ ഞെട്ടി സ്തംഭിച്ച് നിൽക്കുന്നത് പോലെയായിരുന്നു നന്ദയുടെ ആ ഒരു പ്രകടനം. കാരണം മരിച്ച ഒരാൾ ജീവിച്ച് തിരിച്ചു വന്നു. അന്ന് തൻ്റെ മുന്നിൽ വെച്ചാണ് അർജുന് വെടിയേറ്റതിന് ശേഷം അർജുൻ മരണത്തിലേക്ക് പോയി. വെടിയേറ്റ് അവസാനം ആ ഒരു വാക്ക് അവസാനമായിട്ട് അർജുനോട് സംസാരിക്കാൻ പറ്റി. പിന്നെ അർജുൻ മരിച്ചതും അർജുനെ അടക്കം ചെയ്ത ആ ഒരു രംഗങ്ങളൊക്കെ വീണ്ടും വീണ്ടും നന്ദ ഓർത്തെടുത്തു. എന്നിട്ട് ഇത് അർജുനാണോ അതോ ഇത് വേറെ ആരാണ് എന്നൊന്നും തനിക്ക് മനസ്സിലാവുന്നില്ല. എന്താണ് ഇതിൽ സംഭവിച്ചിട്ടുണ്ടാവുക? അങ്ങനെ അവസാനം ഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട്, ആ മുറിവ് ഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയി. ഡ്രസ്സ് ചെയ്യുന്ന ആ സമയത്ത് പോലും ആ ഒരു അർജുനെ പോലെ തന്നെയാണ് സംസാരവും നടത്തവും പെരുമാറ്റവും എല്ലാം അർജുനെ പോലെ തന്നെയാണ്. അങ്ങനെ എല്ലാം ഓർത്തെടുത്ത ഡ്രസ്സിംഗ് ഒക്കെ കഴിഞ്ഞു. നിർമ്മലിനെ പറഞ്ഞു വിടാൻ വേണ്ടിയിട്ട് പോവാണ്. ആ സമയത്ത് നന്ദ എടുത്തു ചോദിച്ചു, ഇയാളുടെ പേരെന്താണ്? നിർമ്മലെന്ന് മാത്രമാണ്, ഫുൾ നെയിം ഉണ്ടോ? അപ്പോൾ ഇല്ല, നിർമ്മലെന്ന് മാത്രമേ ഉള്ളൂ. അമ്മയുടെ പേരെന്താണ്? സാവിത്രി. വീട് എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ഒറ്റപ്പാലത്ത്. അച്ഛൻ്റെ പേരെന്താണ്? അച്ഛനില്ല, അച്ഛനുണ്ടെന്ന് അമ്മ പറഞ്ഞ ഒരു വിവരം മാത്രമേ ഉള്ളൂ. അച്ഛൻ്റെ പേര് ബാലഗോപാൽ.
അപ്പൊ നന്ദയ്ക്ക് ഒരു സംശയം തോന്നി. അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു സുമംഗലാമ്മയുടെ ഭർത്താവായ ബാലഗോപാലിന് ഒറ്റപ്പാലത്ത് മറ്റൊരു ബന്ധമുണ്ടായിരുന്നു എന്ന് അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ ആ ബന്ധത്തിലുള്ള ആളാണോ ഈ നിർമ്മല, അതായത് ആ ബന്ധത്തിൽ പിറന്ന മകനാണോ നിർമ്മല എന്നുള്ള ഒരു സംശയം നന്ദയ്ക്ക് തോന്നി. എന്തായാലും ഒന്നും അറിയാതെ ഈ നിർമ്മലിനെ എങ്ങനെയെങ്കിലും ഇന്ദിവരത്തിൽ എത്തിച്ചേ മതിയാകൂ. നിർമ്മലിനെ ഇന്ദിവരത്തിൽ എത്തിച്ച് കഴിഞ്ഞാൽ മാത്രമേ സത്യാവസ്ഥ പുറത്തു വരത്തുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നേരെ നന്ദ നിർമ്മലിനെയും കൊണ്ട് ഇന്ദിവരത്തിലോട്ട് പോകാൻ വേണ്ടിയിട്ട് തുടങ്ങുവാണ്. പക്ഷെ എങ്ങനെ എത്തിക്കും? നിർമ്മലിനോട് കാര്യങ്ങൾ തുറന്നു പറയാനും പറ്റത്തില്ല. അങ്ങനെ നന്ദ നിർമ്മലിനോട് ചോദിച്ചു, എനിക്കൊരു സഹായം ചെയ്യണം, എനിക്ക് എത്രയും പെട്ടെന്ന് എൻ്റെ വീട്ടിലോട്ട് എത്തണം, അപ്പൊ എന്നെ ഒന്ന് വീട് വരെ ഒന്ന് ഡ്രോപ്പ് ചെയ്യാമോ എന്ന് നിർമ്മലിനോട് ചോദിക്കുകയും നിർമ്മല ഇത് കേട്ടപ്പോൾ ഷോക്കായി നിൽക്കുവാണ്. പെട്ടെന്ന് തനിക്ക് പരിചയമില്ലാത്ത പെട്ടെന്ന് കണ്ടുമുട്ടിയ എന്നോട് വീട്ടിലോട്ട് ഡ്രോപ്പ് ചെയ്യാനായിട്ട് പറയുമ്പോൾ അത് ഇനി എന്ത് ചെയ്യണം എന്നാലോചിച്ച് ഷോക്കായിട്ട് നിൽക്കുവാണ്. ഇനി എന്തൊക്കെ സംഭവിക്കാം? അർജുന്റെ മരണശേഷം പിങ്കി എങ്ങനെയെങ്കിലും ഗൗതമിനെ സ്വന്തമാക്കണം എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഈ സറോഗസി വരെ ഇപ്പോൾ ഈ ഒരു നിമിഷം വരെ എത്തി നിൽക്കുന്നത്. ഈ ഒരു നിമിഷത്തിൽ, ഈ ഒരു സാഹചര്യത്തില് വീണ്ടും നിർമ്മലിനെ, അതായത് അർജുന്റെ ടിറ്റോ പോലെ ഇരിക്കുന്ന നിർമ്മലിനെ കാണാനായിട്ട് പിങ്കി ഇടവന്നു കഴിഞ്ഞാൽ ഇനി എന്തൊക്കെ സംഭവിക്കാം? പിങ്കിയുടെ ജീവിതത്തിൽ ഇനി എന്തൊക്കെ സംഭവിക്കാം? ഇന്ദിവരത്തിൽ ഇനി എന്തൊക്കെ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളായിരിക്കും ഉണ്ടാകാൻ പോകുക എന്നൊക്കെ നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയുമ്പോൾ. അതുവരേക്കും ബൈ.